സോ പാർട്ട് ഓഫ് ദ വീഡിയോ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോയതാണ്. സോ അവൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വന്ന കേസ്. ഞങ്ങൾ അവളുടെ വീടിൻ്റെ ബാക്കിൽ പോയിട്ട് റിബണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ചുമ്മാ സർപ്രൈസ് ചെയ്യാൻ വിചാരിച്ചു അവളുടെ വീടിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി റിബണൊക്കെ ഒടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അവളും അവളുടെ ഉമ്മച്ചി മാത്രമാണ് വീട്ടിലുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്ന കേസ് അവർ ടോട്ടലി അറിഞ്ഞിട്ടില്ല. ഞങ്ങളാണെങ്കിൽ അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് അവിടെ ഇരുന്ന് ചുമ്മാ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ റിബണൊക്കെ ഒടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യം ഈ റിബൺ കട്ട് ചെയ്യാൻ വേണ്ടി കത്രികൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളുടെ വീടിൻ്റെ ബാക്കിലത്തെ ഡോറ് ഞങ്ങൾ പതുക്കെ തുറന്നു. ഗ്രില്ലിൻ്റെ ഡോറായതുകൊണ്ട് തുറക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ പതുക്കെ തുറന്ന് അകത്ത് കയറി കത്രികൊക്കെ എടുത്തു. ഈ സർപ്രൈസ് ഒക്കെ ചെയ്ത കാര്യം അവൾ അറിയിക്കണമല്ലോ. അപ്പോൾ കുറേ പ്ലാനിങ് ഒക്കെ നടത്തിയെങ്കിലും ലാസ്റ്റ് പിന്നെ ഡോറൊക്കെ മുട്ടിട്ടാണ് അവളെ വിളിച്ചറിയിച്ചത്. പിന്നെ അവളുടെ അടുത്ത് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞങ്ങളൊരു ബ്ലാക്ക് തീമിലായിരുന്നു. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ റിബണോട് ചേസ് അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ കേക്കൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു, കേക്ക് കട്ട് ചെയ്തു, അത് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കേക്ക് പീസ് വെറുതെ വീഡിയോക്ക് വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ സഹലാക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ സഹല അടുത്തോട്ടുണ്ട്. അപ്പോൾ സഹല ചമ്മി പോയതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് അവളുടെ വീട്ടിലെ റംബൂട്ടാൻ മരം കണ്ടത്. അപ്പോൾ സഹല മരത്തിലോട്ട് പിടിച്ച് കയറുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് മരമൊക്കെ കയറിയിട്ട് കിട്ടിയതാണെങ്കിലോ കിളി കൊത്തിയത്. ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. ആ ഒരു സമാധാനത്തിൽ സ്ഥലം പിന്നെയും മരത്തിൽ തന്നെ നിന്നു. ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് പിന്നെയുള്ള തപ്പല്. അപ്പോൾ ഫായിദ ഡ്രസ്സിൻ്റെ ഞാൻ നോക്കണയാണ് ആ കാണുന്നത്. അപ്പോൾ ഇതാണ് ഫായിദയുടെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഒരു ഡ്രാക്കുള വൈബില്ലേ? പുള്ളിക്കാരിയുടെ ഒരു പാഷനേ. പിന്നെ സഹല മരത്തിന് ചാടി ഇറങ്ങി. പിന്നെ ഉള്ള യുദ്ധം എന്നല്ല, കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ റംബൂട്ടാന് വേണ്ടിയുള്ള ആശാടെയും സഹലയുടെയും പരാക്രമങ്ങൾ. അത് ഈ വീഡിയോയിൽ അധികം ഞാൻ ക്യാപ്ചർ ചെയ്തില്ല. ഒന്ന് രണ്ടെണ്ണം കിട്ടിയതുകൊണ്ട് പിന്നെ അവർ സഹകരിച്ച് വിട്ടു എന്നാണ് തോന്നുന്നത്. എനിക്കും ഫായിദക്കും വലിയ ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവസരം നിന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വേഗം തന്നെ പോന്നു. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ ബൈ.